ഹായ് ഓൾ അസ്സാം വലൈക്കും. ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി കടുമാങ്ങൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഉപ്പും പുളിയും മധുരമൊക്കെ ഉള്ള ചോറിന് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി കറിയാണ്. അപ്പോൾ നമുക്കിത് വേഗം കണ്ടു നോക്കിയാലോ. അതിന് മുന്നായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. കൂടെ ആ കുഞ്ഞു ബെല്ലൈക്കണിൽ ഒന്ന് ക്ലിക്കാക്കി ഓൾ എന്ന ഓപ്ഷൻ കൂടെ ഒന്ന് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ 1/2 ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും കൂടെ നന്നായിട്ട് ചൂടാക്കി എടുക്കുക. ഇപ്പോൾ ഇതാ നല്ലതായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് നല്ലപോലെ തരിതരിപ്പായിട്ട് പൊടിച്ച് മാറ്റി വെക്കുക. ഇനി നമുക്ക് വേണ്ടത് പുളിയാണ്. ഞാനൊരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുതിരാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് മാറ്റി വെക്കുക. അടുത്തതായിട്ട് നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു സവാള എടുത്തിട്ടുണ്ട്, ഒരു തക്കാളി, ഒരു 4 പച്ചമുളക് നെടുകെ കീറിയതും കൂടെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 2 മാങ്ങ ആണ് എടുത്തിട്ടുള്ളത്. ഞാൻ തൊലിയോട് കൂടിയിട്ടാണ് കട്ടാക്കിയിട്ടുള്ളത്. അത്യാവശ്യം വലിയ രീതിയിൽ തന്നെ കട്ടാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ തൊലി ഇല്ലാതെയും ചെറുതാക്കിയും കട്ടാക്കാം. ഇത് നന്നായിട്ട് ഉടങ്ങി പോവേണ്ടതായതുകൊണ്ടാണ് ഞാൻ ഇത്ര വലിയ കഷ്ണങ്ങളാക്കിയത്. കൂടെ ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ കുതിർത്തി വെച്ച പുളിയും കൂടെ പിഴിഞ്ഞ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കൂടെ ഞാൻ 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കലക്കി നമുക്കിത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മൾ അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റായി. നമുക്കിതൊന്ന് ഓപ്പൺ ആക്കി നോക്കാം. മാങ്ങ എല്ലാം നന്നായിട്ട് വെന്തോ നോക്കാം. മാങ്ങ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുക്കാവും. പക്ഷേ ഇത് നന്നായിട്ട് കുക്കാവണം, വെന്തുടയുന്ന വരെ കുക്കാക്കി എടുക്കണം. ഇനി നമുക്ക് മാങ്ങ കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്തോ നോക്കാം. ഇപ്പോൾ ഇത് നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. ഇനി കുറച്ച് മാങ്ങയൊക്കെ ഇതിലേക്ക് നന്നായിട്ട് ഉടച്ച് കൊടുക്കുക. ഇനി ഇത് ഒന്നുകൂടെ നമുക്ക് അടച്ച് വെച്ച് കൊടുത്തിട്ട് നല്ലതായിട്ട് വേവിച്ചെടുക്കുക. ഇപ്പോൾ ഇതാ ഒരു 5 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് ഓപ്പൺ ആക്കി നോക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ഉലുവയും കടുകും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ മാങ്ങ ഉടങ്ങിയതുകൊണ്ട് തന്നെ ഈ കറി ഇരിക്കും തോറും നന്നായിട്ട് കുറുകി വരും. ആ ഒരു രീതിയിലാണ് വേണ്ടത്. ഭയങ്കര ടേസ്റ്റുള്ള കറിയാണിത്. ഉപ്പും പുളിയും മധുരമൊക്കെ ഇഷ്ടമുള്ള ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഇഷ്ടപ്പെടും ഇത്. കാരണം അത്രയ്ക്ക് ടേസ്റ്റാണ്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പഞ്ചസാരയാണ്. ഞാനിതിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യമുള്ളവർക്ക് കൂടുതലും ചേർത്ത് കൊടുക്കുക. കൂടുതൽ ചേർക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഉപ്പും പുളിയൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇത് അത്യാവശ്യം മധുരവും പുളിയും ഉപ്പും കൂടി ചേർന്നിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ മധുരം കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാം. നമ്മളൊക്കെ ഇത് കഴിക്കാൻ നേരത്താണ് വീണ്ടും ഇഷ്ടമുള്ളവർക്ക് പഞ്ചസാര കൂടുതലായിട്ട് ഇട്ട് കൊടുക്കൽ. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കത് മാറ്റി വെക്കാം. ഇതിലേക്ക് വറവിടാനായിട്ട് ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കടുകും കൂടി ഇട്ട് പൊട്ടിക്കുന്നുണ്ട്. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലപോലെ ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇത് കറി ഇരിക്കും തോറും നല്ലതായിട്ട് കുറുകി വരും. അച്ചാറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ ഇത് നല്ലതായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. കാരണം അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു തൊട്ടുകൂട്ട് കറി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇത് അടിപൊളി കടുമാങ്ങ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആരും ഇതുപോലെ ട്രൈ ആക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണയെങ്കിലും ട്രൈ ആക്കി നോക്കണം. ഉപ്പും പുളിയും മധുരമൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഇഷ്ടമാവും. ഭയങ്കര ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. കൂടെ കുഞ്ഞു ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനും കൂടെ ക്ലിക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണേ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക് യു.